മലയാള സിനിമയിലെ കോളേജ് മൂവികളിൽ ഒരു എവർഗ്രീൻ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ആ പേര് ഒരൊറ്റ പേരാണ്, നമ്മൾ. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ സാധാരണമല്ല, ഒരു തലമുറയുടെ മെമ്മറീസ് ആണ്. ജിഷ്ണുവിൻ്റെയും സിദ്ധാർത്ഥ് ഭരതൻ്റെയും ആ മാജിക്കൽ കെമിസ്ട്രി, ഭാവനയുടെയും രേണുക മേനോനെയും കൊണ്ടുവന്ന ആ ഒരു ഫ്രഷ്നെസ്, കൂടാതെ തന്നെ സുഹാസിനിയുടെ ഒരു ഇമോഷണൽ ഡെപ്ത്, ഇതൊക്കെയായിരുന്നു ആ സിനിമയിലെ ഇന്നും ഫീൽ ഗുഡ് ഫേവറേറ്റ് ആക്കിയത്. പക്ഷേ ഒരു ചോദ്യം, ഈ സിനിമ നിങ്ങൾ ആദ്യമായി എവിടെയാണ് കണ്ടത്? തിയേറ്ററിലാണോ, അതോ TV-യിലാണോ, അല്ലെങ്കിൽ OTT-യിലാണോ? അന്ന് നിങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ സിനിമ അവസാനം കണ്ടത് എപ്പോഴായിരുന്നു? അത് TV-യിലായിരുന്നോ അതോ OTT-യിലായിരുന്നോ? ഇന്നും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ആ ഒരു രംഗം ഏതാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ സിനിമയിലെ താരങ്ങളുടെ 2002-ലെയും ഇന്നത്തെയും വയസ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടുള്ളത് അംബിക മോഹനാണ്. മറിയാമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അംബിക മോഹൻ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അംബിക മോഹൻ്റെ പ്രായം 40 ആയിരുന്നു. ഇപ്പോൾ അംബിക മോഹൻ്റെ പ്രായം 63 ആണ്. അടുത്തത് കുളപ്പുള്ളി ലീലയാണ്. ഈ സിനിമയിൽ ലക്ഷ്മി എന്നൊരു കഥാപാത്രമായിരുന്നു കുളപ്പുള്ളി ലീല അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുളപ്പുള്ളി ലീലയുടെ പ്രായം 50 ആയിരുന്നു. ഇപ്പോൾ കുളപ്പുള്ളി ലീലയുടെ പ്രായം 75 ആണ്. അടുത്തത് TP മാധവനാണ്. TP മാധവൻ ഈ സിനിമയിൽ പ്രിൻസിപ്പളായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ TP മാധവൻ്റെ പ്രായം 67 ആയിരുന്നു. 2024-ൽ 88 വയസ്സിൽ TP മാധവൻ അന്തരിച്ചു. അടുത്തത് ഷൈൻ ടോം ചാക്കോയാണ്. ഷൈൻ ടോം ചാക്കോ ഈ സിനിമയിൽ ഒരു ബസ് പാസഞ്ചർ ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പ്രായം 18 ആയിരുന്നു. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പ്രായം 42 ആണ്. അടുത്തത് കലാഭവൻ ഷാജോൺ ആണ്. പുലിഗോപാലൻ എന്നൊരു കഥാപാത്രമായിരുന്നു കലാഭവൻ ഷാജോൺ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കലാഭവൻ ഷാജോണിൻ്റെ പ്രായം 25 ആയിരുന്നു. ഇപ്പോൾ കലാഭവൻ ഷാജോണിൻ്റെ പ്രായം 48 ആണ്. അടുത്തത് മാസ്റ്റർ വിഘ്നേഷ് ആണ്. ഈ സിനിമയിൽ സെന്തിൽ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അതായത് പരിമളത്തിൻ്റെ അനിയനായിട്ടായിരുന്നു ഈ സിനിമയിൽ മാസ്റ്റർ വിഘ്നേഷ് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മാസ്റ്റർ വിഘ്നേഷിൻ്റെ പ്രായം 10 ആയിരുന്നു. ഇപ്പോൾ മാസ്റ്റർ വിഘ്നേഷിൻ്റെ പ്രായം 33 ആണ്. അടുത്തത് യമുന റാണിയാണ്. ഈ സിനിമയിൽ ദമയന്തി ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അതായത് ഇന്നസെൻറ്റിൻ്റെ ഭാര്യയായിട്ടായിരുന്നു ഈ സിനിമയിൽ യമുന റാണി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ യമുന റാണിയുടെ പ്രായം 30 ആയിരുന്നു. ഇപ്പോൾ യമുന റാണിയുടെ പ്രായം 53 ആണ്. അടുത്തത് മിഥുൻ രമേശ് ആണ്. മിഥുൻ രമേശ് ഈ സിനിമയിൽ റജി എന്നൊരു കഥാപാത്രമായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മിഥുൻ രമേശിൻ്റെ പ്രായം 20 ആയിരുന്നു. ഇപ്പോൾ മിഥുൻ രമേശിൻ്റെ പ്രായം 43 ആണ്. അടുത്തത് ദിനേശ് ആണ്. ദിനേശ് ഈ സിനിമയിൽ ഉബൈദ് എന്നൊരു കഥാപാത്രമായിരുന്നു ദിനേശ് പണിക്കർ അഭിനയിച്ചിരുന്നത്. ദിനേശ് പണിക്കർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 25 ആയിരുന്നു. ഇപ്പോൾ ദിനേശ് പണിക്കരുടെ പ്രായം 48 ആണ്. അടുത്തത് പ്രശാന്ത് അലക്സാണ്ടർ ആണ്. പ്രശാന്ത് അലക്സാണ്ടർ ഈ സിനിമയിൽ സഞ്ജയ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രശാന്ത് അലക്സാണ്ടറുടെ പ്രായം 23 ആയിരുന്നു. ഇപ്പോൾ പ്രശാന്തിൻ്റെ പ്രായം 46 ആണ്. അടുത്തത് വിജു കൊടുങ്ങല്ലൂരാണ്. ഈ സിനിമയിൽ വിജു കൊടുങ്ങല്ലൂർ ബെൽറ്റ് ഔസേപ്പ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വിജു കൊടുങ്ങല്ലൂരിൻ്റെ പ്രായം 30 ആയിരുന്നു. ഇപ്പോൾ വിജു കൊടുങ്ങല്ലൂരിൻ്റെ പ്രായം 53 ആണ്. അടുത്തത് വേണു മച്ചാടാണ്. വേണു മച്ചാട് ഈ സിനിമയിൽ തങ്കപ്പൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വേണു മച്ചാടിൻ്റെ പ്രായം 62 ആയിരുന്നു. 2025-ൽ വേണു മച്ചാടിൻ്റെ പ്രായം 85 ആണ്.
അടുത്തത് സാലു കുട്ടനാടാണ്. സാലു കുട്ടനാട് ഈ സിനിമയിൽ ബാലൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സാലു കുട്ടനാടിൻ്റെ പ്രായം 51 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 74. അടുത്തത് ഹമേഷ് കോട്ടക്കലാണ്. ഹമേഷ് കോട്ടക്കൽ ഈ സിനിമയിൽ ഉമേഷ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഹമേഷ് കോട്ടക്കലിൻ്റെ പ്രായം 21 ഇപ്പോൾ ഹമേഷ് കോട്ടക്കലിൻ്റെ പ്രായം 44. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ എത്ര പേര് പോകുമെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ അവസാനമായിട്ട് ഈ സിനിമ കണ്ട തീയതി എന്നാണെന്ന് ഓർമ്മേണ്ടി തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് TV-യിലാണോ അതോ OTT-യിലാണോ എന്നുകൂടി ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും ലൈക്കുമാണ് നമ്മുടെ ചാനലിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അടുത്തത് വിജീഷ് വിജയനാണ്. വിജീഷ് വിജയൻ ഈ സിനിമയിൽ ജോജോ തോമസ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്, അഥവാ നൂലുണ്ട എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വിജീഷിൻ്റെ പ്രായം 20 ഇപ്പോൾ വിജീഷ് വിജയൻ്റെ പ്രായം 43. അടുത്തത് ഇന്നസെൻ്റ് ആണ്. ഇന്നസെൻ്റ് ഈ സിനിമയിൽ ഷൺമുഖൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ പ്രായം 52. 2023 ഇന്നസെൻ്റ് 73 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ബാലചന്ദ്ര മേനോനാണ്. ബാലചന്ദ്ര മേനോൻ ഈ സിനിമയിൽ സത്യനാഥൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ബാലചന്ദ്ര മേനോൻ്റെ പ്രായം 48. 2025 ബാലചന്ദ്ര മേനോൻ്റെ പ്രായം 71. അടുത്തത് സുഹാസിനിയാണ്. സുഹാസിനി മണിരത്നം ഈ സിനിമയിൽ സ്നേഹലത എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സുഹാസിനിയുടെ പ്രായം 41. ഇപ്പോൾ സുഹാസിനി മണിരത്നത്തിൻ്റെ പ്രായം 64. അടുത്തത് ഭാവനയാണ്. ഭാവന ഈ സിനിമയിൽ പരിമളം എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഭാവനയുടെ പ്രായം 16. ഇപ്പോൾ ഭാവനയുടെ പ്രായം 39. അടുത്തത് രേണുക മേനോനാണ്. രേണുക മേനോൻ ഈ സിനിമയിൽ അപർണ അഥവാ അപ്പു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അപർണയുടെ പ്രായം അഥവാ രേണുകയുടെ പ്രായം 18. ഇപ്പോൾ രേണുക മേനോൻ്റെ പ്രായം 41. അടുത്തത് സിദ്ധാർത്ഥ് ഭരതനാണ്. സിദ്ധാർത്ഥ് ഭരതൻ ഈ സിനിമയിൽ ശ്യാം എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ്റെ പ്രായം 19. ഇപ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ്റെ പ്രായം 42. അടുത്തത് ജിഷ്ണു രാഘവനാണ്. ജിഷ്ണു രാഘവൻ ഈ സിനിമയിൽ ശിവൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജിഷ്ണു രാഘവൻ്റെ പ്രായം 23. 2016 36 വയസ്സിൽ ജിഷ്ണു രാഘവൻ അന്തരിച്ചു. അപ്പോൾ ഇതാണ് ഈ സിനിമയിലെ താരങ്ങളുടെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും പ്രായമെന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള സിനിമയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്നതിൻ്റെ ഓർഡർ അനുസരിച്ച് തീർച്ചയായിട്ടും നമ്മളത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് തീർച്ചയായിട്ടും മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ.